കൊല്ലുന്ന രാജാവും മന്ത്രിമാർ അത് തിന്നുന്നവരുമായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ അവസ്ഥ. സത്യത്തിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭരണത്തിൽ ജനങ്ങൾ ആരും തൃപ്തരല്ല. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല, ഒരു തരത്തിലും ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ബോംബുകൾ. കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കപ്പുറം ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വലിയൊരു പ്രതിസന്ധി. എന്നിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ മുഖ്യൻ ആ കസേര അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഇറങ്ങിപ്പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നിട്ടും നാണമില്ലാതെ പിണറായി കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് ആ കസേരയിൽ. പിണറായിയുടെ ഒരു കളിയും നടക്കില്ല. സുരേഷ് ഗോപിയെ ഭയന്ന് പെട്ടെന്ന് തന്നെ ലൈഫ് മിഷനിൽ വീടുകൾ വച്ചു കൊടുക്കാൻ പിണറായി പെടാപ്പാടുപെടുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി ഏത് ജില്ലയിലുള്ള ആൾക്കാർക്കാണെങ്കിലും അവിടെ ഓടിയെത്തി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു നന്മയുടെ പ്രതീകമെന്ന് തന്നെ പറയാൻ കഴിയും. അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് പലരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. അഭിനയിക്കാൻ അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നന്മയുള്ള പച്ചയായ മനുഷ്യൻ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് സഹാക്കന്മാരെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന വികസനങ്ങൾ BJPക്ക് ഒന്നടങ്കം നേട്ടമുണ്ടാക്കുമെന്ന് നന്നായി സഹാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കും അറിയാം. മുരളീധരൻ തൃശ്ശൂരിൽ 1-ാം സ്ഥാനത്ത് എത്തുമെന്ന് കരുതിയിരുന്നവർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയത്. രാഷ്ട്രീയം മറന്നുകൊണ്ട് സുരേഷ് ഗോപി കാണിക്കുന്ന പല നന്മ പ്രവർത്തികളും, പ്രത്യേകിച്ച് ലൂർദ് മാതാവിൻ്റെ അടുത്ത് പോയി കൊന്ത നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരും സഹാക്കന്മാരും നന്നായി സുരേഷ് ഗോപിയെ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേഷ് ഗോപി ആറാടുകയാണ് തൃശ്ശൂരിൽ. പൂരത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അവിടെ ഓടിയെത്തി പൂരം നടത്തി വിശ്വാസികൾക്കൊപ്പം നിന്ന സുരേഷ് ഗോപി അതേ രീതിയിൽ തന്നെയാണ് എല്ലാ മതസ്ഥരെയും കാണുന്നത് എന്നുള്ളത് അദ്ദേഹം ജയിച്ചതിന് ശേഷം നടത്തിയ പല പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും സുരേഷ് ഗോപിയെ ഭയന്നിട്ടാണെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പിണറായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റും സുരേഷ് ഗോപിക്കാണ് പോകുന്നത് എന്നാലോചിക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒരു സന്തോഷവുമുണ്ട്.